സ്വർണം പൊതിഞ്ഞ പാളികളാണെന്നറിഞ്ഞിട്ടും അതെല്ലാം ചെമ്പ് പാളികളാക്കിയവനാണ് മുരാരി ബാബു. 2019 ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ബാബു പല കള്ളത്തരത്തിനും കൂട്ടുനിന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഗുരുതര വീഴ്ചകളാണ് ഇയാൾക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. ദ്വാരപാലക ശില്പം പുറത്തേക്ക് പോയതിലുൾപ്പെടെ മുരാരിയുടെ പങ്ക് പുറത്തു വന്നതോടെയാണ് അറസ്റ്റ്. കേസിൽ പിടിയിലായ ബാബുവിനെ 14 ദിവസത്തേക്ക് റാന്നി കോടതി റിമാൻഡ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് മുരാരി ബാബു ഗൂഢാലോചന നടത്തിയതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ബുധനാഴ്ച രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് മുരാരി ബാബുവിനെ SIT കസ്റ്റഡിയിലെടുത്തത്. ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ചോദ്യം ചെയ്യലിന് ശേഷം രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൈകിട്ടോടെ റാന്നി കോടതിയിൽ ഹാജരാക്കിയ മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തു. സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് ഇയാൾ രേഖപ്പെടുത്തിയത് മനഃപൂർവ്വമാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് മുരാരി ബാബു ഗൂഢാലോചന നടത്തിയതായും റിപ്പോർട്ടിലുണ്ട്. പോറ്റിയെ ചോദ്യം ചെയ്തു വരികയാണ്. പോറ്റിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. അതിനുശേഷം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ മതിയെന്നാണ് SIT കോടതിയെ അറിയിച്ചത്. ശബരിമലയിലെ ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു. 1998 ശ്രീകോവിലിലും ദ്വാരപാലക പാളികളിലും സ്വർണം പതിച്ചത് അറിയാമായിരുന്ന മുരാരി ബാബു 2019 24 ഇത് ചെമ്പെന്ന് രേഖകളിലെഴുതി. സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിതെളിച്ച നിർണായക ആസൂത്രണത്തിനു പിന്നിൽ മുരാരി ബാബുവാണെന്നാണ് ദേവസ്വം വിജിലൻസിന്റെയും SITയുടെയും കണ്ടെത്തൽ. പാളികൾ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടാൻ അനുവദിക്കണമെന്ന കുറിപ്പ് ദേവസ്വം ബോർഡിന് നൽകിയതും മുരാരി ബാബുവാണ്. നിലവിൽ മുരാരി ബാബു സസ്പെൻഷനിലാണ്. കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തേക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, News 18.